വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലേണേഴ്സ് ബഡ്ഡേ. നാം ഇപ്പോൾ പഠിക്കുവാൻ പോകുന്നത് CBSE സിലബസിലെ 5ാം ക്ലാസ്സിലെ വണ്ടേഴ്സ് വേൾഡ് എന്ന ബുക്കിൻ്റെ 1ാമത്തെ ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിൻ്റെ പേര് വാട്ടർ ദ എസൻസ് ഓഫ് ലൈഫ് എന്നാണ്. വാട്ടർ ദ എസൻസ് ഓഫ് ലൈഫ് എന്നാണ്. ഇറ്റ് ഈസ് റെയിനിങ്. അഫ്രീൻ റഷ്ഡ് ടു ദ വിൻഡോ. അഫ്രീൻ എന്ത് ചെയ്തു? അവൻ വിൻഡോയുടെ അടുക്കിലേക്ക് ഓടിച്ചെന്നു. വയർ ജ്യോതി വാസ് ഓൾറെഡി വാച്ചിങ് ടൈനി റെയിൻ ഡ്രോപ്സ് സ്ലൈഡ് ഡൗൺ ദ ഗ്ലാസ്. അവിടെ ആരുണ്ട്? ജ്യോതി നിൽപ്പുണ്ട്. എന്താ ജ്യോതി ചെയ്യുന്നത്? ഷീ വാസ് വാച്ചിങ് ടൈനി റെയിൻ ഡ്രോപ്സ് സ്ലൈഡ് ഡൗൺ ദ ഗ്ലാസ്. ഗ്ലാസ്സിലൂടെ താഴേക്ക് ഒഴുകി വീഴുന്ന വെള്ളത്തുള്ളികളെ നോക്കി അവൾ നിൽക്കുകയാണ്. വാട്ട് ഡു യു തിങ്ക് ഓൾ ദിസ് വാട്ടർ കംസ് ഫ്രം? എവിടുന്നാ ഈ വെള്ളമെല്ലാം വരുന്നെന്നാ നീ വിചാരിക്കുന്നത്? ആൻഡ് വേർ ഡസ് ഇറ്റ് ഗ്രൂ? അതെങ്ങോട്ടേക്കാണ് പോകുന്നത്? അഫ്രീൻ ചോദിച്ചു. കം ലെറ്റ് us ഫോളോ ദ ജേർണി ഓഫ് വാട്ടർ. വെള്ളത്തിൻ്റെ യാത്രയെ നമുക്കൊന്ന് പിന്തുടരാം. ബട്ട് ഫസ്റ്റ് ലെറ്റ് us see how much water there is on earth. അപ്പം നമുക്കൊരു കാര്യം കാണാം. ലെറ്റ് us see, നമുക്ക് കാണാം. എന്താ കണ്ടേ? ഹൗ മച്ച് വാട്ടർ there is on earth. ഭൂമിയിൽ എന്തുമാത്രം വെള്ളമുണ്ട്, എത്രത്തോളം വെള്ളമുണ്ട് എന്നറിയണം. ഓൾദോ മോസ്റ്റ് ഓഫ് ദി എർത്ത് സർഫസ് ഈസ് കവേർഡ് വിത്ത് വാട്ടർ. ഭൂമിയുടെ ഉപരിതലത്തിൻ്റെ ഭൂരിഭാഗവും വെള്ളത്താൽ മൂടപ്പെട്ടിരിക്കുന്നുവെങ്കിലും ദ മജോറിറ്റി ഓഫ് ഇറ്റ്സ് ഈസ് സാൾട്ടി. ആ മൂടപ്പെട്ടിരിക്കുന്ന വെള്ളത്തിൻ്റെ ഭൂരിഭാഗവും ഉപ്പ് നിറഞ്ഞതാണ്, അല്ലെ ഉപ്പ് വെള്ളമാണ്. ലിവിങ് ലെസ് എമൗണ്ട് ഓഫ് ഫ്രഷ് വാട്ടർ. അപ്പോൾ ഫ്രഷ് വാട്ടർ വളരെ കുറച്ചേ ഉള്ളൂ, ബാക്കിയെല്ലാം സോൾട്ടി വാട്ടറാണ്, ഉപ്പ് വെള്ളമാണ്. ഓൾ ലിവിങ് ബീയിങ്സ്, എല്ലാ ജീവജാലങ്ങളും, പീപ്പിൾ ആളുകൾ, ആനിമൽസ്, ബേർഡ്സ് ആൻഡ് പ്ലാന്റ്സ് മൃഗങ്ങളും പക്ഷികളും സസ്യങ്ങളും ഡിപ്പെൻഡ് ഓൺ ഫ്രഷ് വാട്ടർ ടു സർവൈവ്. ജീവിക്കാൻ വേണ്ടി, നിലനിൽപ്പിന് വേണ്ടി അവരെല്ലാം ഈ ശുദ്ധജലത്തെ ആശ്രയിക്കുന്നു. ഇറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ ഡ്രിങ്കിങ്. ഇത് കുടിക്കുന്നതിന് അത്യാവശ്യമാണ്. ഇറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ ഡ്രിങ്കിങ്. ഗ്രോവിങ് ക്രോപ്സ്, കൃഷിയൊക്കെ ചെയ്യുന്നതിന്, ക്രോപ്സൊക്കെ കൃഷി ചെയ്യുന്നതിന്. പിന്നെയോ ആൻഡ് ക്യാരിങ് ഔട്ട് ഡെയിലി ആക്ടിവിറ്റീസ്, നിത്യജീവിതത്തിലെ നിത്യമുള്ള ഓരോ പ്രവർത്തനങ്ങൾക്കും ശുദ്ധജലം ആവശ്യമാണ്. മെനി പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ഓൾസോ ലീവ് ഇൻ ഫ്രഷ് വാട്ടർ. പല സസ്യങ്ങളും പല മൃഗങ്ങളും അല്ലെങ്കിൽ ജീവികളും ഓൾസോ ലീവ് ഇൻ ഫ്രഷ് വാട്ടർ. അവയെല്ലാം ശുദ്ധജലത്തിൽ ജീവിക്കുന്നു. വിതൗട്ട് വാട്ടർ, വെള്ളമില്ലെങ്കിലോ ലൈഫ് വുഡ് നോട്ട് ബി പോസിബിൾ. വെള്ളം ഇല്ലെങ്കിൽ ജീവൻ നിലനിൽക്കില്ല. ലൈഫ് വുഡ് നോട്ട് ബി പോസിബിൾ, ജീവിക്കാൻ സാധ്യമല്ല. നൗ ഇമാജിൻ ഇഫ് ഓൾ ദ വാട്ടർ ഓൺ എർത്ത് വോർ ഇൻ ദിസ് ഗ്ലാസ്. ഇപ്പം നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യുക, ഒന്ന് സങ്കല്പിക്കുക. എന്താ സങ്കല്പിക്കേണ്ടത്? ഇഫ് ഓൾ ദ വാട്ടർ ഓൺ എർത്ത് വോർ ഇൻ ദിസ് ഗ്ലാസ്. ഈ ഗ്ലാസ്സിലിരിക്കുന്ന വെള്ളമാണ് ഭൂമിയിൽ മൊത്തമുള്ള വെള്ളം എന്ന് വെച്ചു. അത് പടം കൊടുത്തിട്ടുണ്ട്. ഒരു ഗ്ലാസ്സിൽ നിറയെ വെള്ളം വെച്ചിട്ടുണ്ടോ, അത്രയും വെള്ളമാണ് ശരിക്കും ഭൂമിയിലുള്ളതെന്ന് വെച്ചു. ദെൻ ദ ഫ്രഷ് വാട്ടർ വുഡ് ഒൺലി ബി ആസ് മച്ച് ആസ് ഇൻ എ ടീസ്പൂൺ. അടുത്ത ടീസ്പൂൺ എടുത്തിരിക്കുന്ന വെള്ളത്തിൻ്റെ അത്രേ ഫ്രഷ് വാട്ടർ ഉള്ളൂ. മനസ്സിലായില്ലേ? ആ ഗ്ലാസ്സിൽ എടുത്ത് വെച്ചിരിക്കുന്ന 200 ml വാട്ടറാണ്. അതേസമയത്ത് സ്പൂണിലുള്ളതോ 5 ml. അപ്പോൾ ഫ്രഷ് വാട്ടർ വളരെ കുറച്ചേ ഉള്ളൂ എന്നാണ് പറയുന്നത്. മനസ്സിലായില്ലേ? അടുത്തത് ഡിസ്കസ്, ചർച്ച ചെയ്യുക. ഡു യു തിങ്ക് വി ക്യാൻ ഡ്രിങ്ക് ദ വാട്ടർ പ്രസൻറ്റ് ഇൻ ദ ഓഷൻ? നിങ്ങൾ ചിന്തിക്കുന്നോ, അല്ലെ നിങ്ങൾ വിചാരിക്കുന്നോ സമുദ്രത്തിലെ വെള്ളം നമുക്ക് കുടിക്കാനാവുമെന്ന്? നമുക്കറിയാം സമുദ്രത്തിലെ വെള്ളം കുടിക്കാനാവില്ല എന്നുള്ള കാര്യമല്ലേ. ദ വാട്ടർ ഇൻ ദ ഓഷൻ ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ ഡ്രിങ്കിങ്. അടുത്തത് വാട്ട് ക്യാൻ ഓഷൻ വാട്ടർ ബി യൂസ്ഡ് ഫോർ? എന്തിനാണ് ഓഷൻ വാട്ടർ ഉപയോഗിക്കുന്നത്? ഓഷൻ വാട്ടർ ക്യാൻ ബി യൂസ്ഡ് ഫോർ മേക്കിംഗ് സോൾട്ട്. കടലിൽ നിന്ന് ഉപ്പെടുക്കാൻ നമുക്ക് ആ വെള്ളം ഉപയോഗിക്കാം, ഇല്ലേ? നമ്മളെ ആഹാരത്തിൽ ഉപ്പ് ഉപയോഗിക്കുന്നുണ്ടല്ലോ, ആ ഉപ്പ് ഉണ്ടാക്കി എടുക്കുന്നത് കടലിലെ വെള്ളം വറ്റിച്ചിട്ടാണ്, കേട്ടോ. ഡു യു നോ, നിങ്ങൾക്കറിയാമോ? ദ സോൾട്ട് പാൻസ് ഓഫ് ഗുജറാത്ത്. ഗുജറാത്തിൻ്റെ തീരത്തെ ഉപ്പളങ്ങളെ, സോൾട്ട് പാൻസ് മീൻസ് ഉപ്പളങ്ങൾ, ഉപ്പുണ്ടാക്കിയെടുക്കുന്ന ഫീൽഡ്, അതിനാണ് സോൾട്ട് പാൻ എന്ന് പറയുന്നത്. ദ സോൾട്ട് പാൻസ് ഓഫ് ഗുജറാത്ത് ആർ വാസ്റ്റ് ഫ്ലാറ്റ് ലാൻഡ്സ്. ഉപ്പളങ്ങളുള്ള ഗുജറാത്തിന് കണ്ടില്ലേ,
ആ തീരപ്രദേശം കണ്ടില്ലേ, ദേ ആർ ഫ്ലാറ്റ് ലാൻഡ്സ്, നല്ല പരന്ന വിസ്തൃതമായ പ്രദേശമാണ്. വേർ സീ വാട്ടർ ഇസ് ഡ്രൈഡ് ടു കളക്ട് സോൾട്ട്, അവിടെ കടൽ വെള്ളം വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് വൺ ഓഫ് ദി ലാർജസ്റ്റ് സോൾട്ട് പ്രൊഡ്യൂസിങ് ഏരിയാസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഉപ്പുണ്ടാക്കുന്ന ഒരു വലിയ പ്രദേശം തന്നെയാണ് ഗുജറാത്ത്. ഗുജറാത്തിൻ്റെ കടൽ തീരമേ, അവിടെ കടലിലെ വെള്ളം വറ്റിച്ച് ഉപ്പുണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഗുജറാത്തിൽ മാത്രമേ ഉള്ളൂ. നമുക്ക് തമിഴ്നാട്ടിൽ തൂത്തുക്കുടിയിലും ഇതുപോലെ കടൽ വെള്ളം വറ്റിച്ച് ഉപ്പുണ്ടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ആക്ടിവിറ്റി 1, വേർ ക്യാൻ വി ഫൈൻഡ് ഫ്രഷ് വാട്ടർ? എവിടെയാണ് നമുക്ക് ശുദ്ധജലം കാണാൻ പറ്റുക? എവിടെയാണ് നമുക്ക് ശുദ്ധജലം കാണാൻ പറ്റുക? ഐഡൻറ്റിഫൈ ഡിഫറെൻറ്റ് ഫ്രഷ് വാട്ടർ സോഴ്സസ് ഫ്രം ദ ഇമേജസ് ഗിവൺ ബിലോ. താഴെ തന്നിരിക്കുന്ന ആ പടത്തിൽ നോക്കി ഫ്രഷ് വാട്ടർ സോഴ്സ് നിങ്ങൾ കണ്ടുപിടിക്കണം. ആൻഡ് റൈറ്റ് ദർ നെയിംസ്, എന്താ അവയുടെ പേര് എഴുതുകയും വേണം കേട്ടോ. ആദ്യം കാണിച്ചിരിക്കുന്ന ഒരു കുളമാണ് പോണ്ട് ഓർ ലേക്ക് എന്ന് എഴുതുക. പോണ്ട് എന്നോ ലേക്ക് എന്നോ എഴുതിയാൽ മതി, ചെറിയ തടാകം. അവിടെ ഫ്രഷ് വാട്ടർ ആണുള്ളത്. രണ്ടാമത് കാണുന്നത് നോക്കിയേ, അത് കടൽത്തീര, അത് സോൾട്ട് വാട്ടർ സോഴ്സാണ്. അടുത്തത് സമുദ്രത്തിലെ ഐസ്ബർഗാണ്, അത് സോൾട്ട് വാട്ടർ സോഴ്സാണ്. അവിടുത്തെ വെള്ളത്തിലും ഈ ഉപ്പ് രസമുണ്ട്. അതേ സമയത്ത് താഴെ പർവ്വതം കാണിക്കുന്നുണ്ട്, കണ്ടില്ലേ, മല. ആ മലനിരകളിൽ മഴ പെയ്യുമ്പോൾ താഴേക്ക് ഒഴുകി വരുന്ന ഫ്രഷ് വാട്ടറാണ്, സോഴ്സ് ഓഫ് വാട്ടറാണ് ഈ പറയുന്നത്. അടുത്തതായി കാണിച്ചിരിക്കുന്നതും ഒരു തടാകമാണ്. ആ തടാകത്തിന് ചുറ്റും കണ്ടില്ലേ കല്ലൊക്കെ കെട്ടി റെഡിയാക്കിയിട്ടുണ്ട്, അതിനും ഫ്രഷ് വാട്ടർ ലഭിക്കും. അടുത്ത പടം കണ്ടില്ലേ, ഒരു നദിയാണ്, അവിടെയും ഫ്രഷ് വാട്ടറാണ്. അടുത്തത് കാണുന്നൊരു കിണറാണ്, ഒരു വെൽ. അവിടുന്നും ആൾക്കാർ കിണറ്റിൽ നിന്ന് ഫ്രഷ് വാട്ടറാണ് കോരിയെടുക്കുക. പിന്നെ ലാസ്റ്റ് കാണിച്ചിരിക്കുന്ന പടമോ കാർമേഘം കണ്ടില്ല, കാർമേഘത്തിൽ നിന്ന് മഴ പെയ്യുമ്പോൾ നമുക്ക് റെയിൻ വാട്ടർ എന്ന് പറഞ്ഞാൽ ഫ്രഷ് വാട്ടറാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ നിങ്ങൾ എഴുതണം. അപ്പോൾ ഏതൊക്കെയാണ് ഫ്രഷ് വാട്ടർ എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അടുത്തത്, ജ്യോതി വാസ് ക്യൂരിയസ്. ജ്യോതിക്ക് വളരെ ജിജ്ഞാസയായി. ക്യൂരിയസ് മീൻസ് ജിജ്ഞാസ, അറിയാനുള്ള ആഗ്രഹം. ഈസ് ദർ വാട്ടർ ഇൻ ദ എയർ ടു? ഈ വായുവിലും വെള്ളമുണ്ടോ? ആൻഡ് ഈസ് സ്നോ എ ഫോം ഓഫ് വാട്ടർ? മഞ്ഞ് വെള്ളത്തിൻ്റെ രൂപം തന്നെയാണോ? ഈസ് സ്നോ എ ഫോം ഓഫ് വാട്ടർ? മഞ്ഞ് വെള്ളത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണോ എന്നവൾ ചോദിക്കുന്നു. ഇനി നമുക്ക് അടുത്തൊന്ന് നോക്കാം. വാട്ടർ ഹാസ് ഡിഫറെൻറ്റ് ഫോംസ്. വെള്ളത്തിന് പല രൂപഭേദങ്ങളുണ്ട്. ഇറ്റ് ഹാസ് ഡിഫറെൻറ്റ് ഫോംസ്. വി ഓൾറെഡി നോ ദ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് വാട്ടർ. നിങ്ങൾക്ക് ഓൾറെഡി അറിയാം വെള്ളത്തിൻ്റെ വിവിധ രൂപങ്ങൾ ഏതാണ്. ഒന്ന് ലിക്വിഡ് ആസ് ഇൻ റെയിൻ, ഒന്ന് ദ്രാവക രൂപത്തിലുള്ളതാണ്. നമ്മൾ സാധാരണ കാണുന്ന വെള്ളം, ഗ്ലാസ്സിലൊക്കെ ഒഴിച്ചെടുക്കുന്ന വെള്ളം, ഇറ്റ് ഈസ് ലിക്വിഡ്, അത് ദ്രാവകമാണ്. ദെൻ സോളിഡ് ഐസ് സോളിഡ് ആണല്ലോ, സോ അതും വെള്ളത്തിൻ്റെ ഒരു രൂപമാണ്. ആൻഡ് വേപ്പർ ആസ് ഇൻ സ്റ്റീം, വെള്ളം ചൂടാക്കുമ്പം നീരാവി ആകുകയല്ലേ, അതും വെള്ളത്തിൻ്റെ രൂപമാണ്. അപ്പം വെള്ളത്തിന് 3 രൂപങ്ങളുണ്ട്. എന്തൊക്കെയാണ്? വാട്ടർ സാധാരണ കാണുന്നത്, സോളിഡ് രൂപത്തിലുള്ള ഐസ്, വാട്ടർ വേപ്പർ അത് ഗ്യാസ് രൂപത്തിലാണ്, ഗേഷ്യസ് രൂപമാണ്. ലെറ്റ് us അണ്ടർസ്റ്റാൻഡ് മോർ അബൌട്ട് ദിസ് ത്രൂ എ സിമ്പിൾ ആക്ടിവിറ്റി. ഇതിനെപ്പറ്റി കൂടുതൽ നമുക്കൊന്ന് പഠിക്കാം ഒരു പ്രവർത്തനത്തിലൂടെ. ഈ ക്ലാസ് നിങ്ങൾക്കിഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതിൻ്റെ പുറകെയുള്ള ഭാഗങ്ങൾ വീണ്ടും അടുത്ത പാർട്ടായിട്ട് ചെയ്യുന്നതാണ്, അതും കൂടി നിങ്ങൾ കേൾക്കാവുന്നതാണ്.